കറുപ്പും വെളുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട എപ്പിസോഡിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇത് പൊതുജനങ്ങളുടെ മാത്രം ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടല്ല, ഗവൺമെന്റിന്റെ കൂടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ നേരത്തെ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അമേരിക്കയിലോട്ട് പോകുന്ന കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് അവിടുത്തെ ഗവൺമെന്റ് വിസ പ്രോസസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പരിശോധിക്കുന്നു. ഒരാളുടെ ഇംഗ്ലീഷില് ഒരു ഫ്രേസ് ഉണ്ട്, നീ നിന്റെ കൂട്ടുകാരുടെ പേര് പറയും, ഞാൻ നിന്റെ സ്വഭാവം പറയാം. അത് കാലങ്ങളായിട്ട് തെളിയിക്കുന്ന ഒരു കൊട്ടേഷനാണ്. നമ്മുടെ കൂട്ടുകാരുടെ രീതികൾ അനുസരിച്ചിട്ട് നമ്മളെ വിലയിരുത്താൻ വളരെ എളുപ്പമായിരിക്കും. അത് 100% ഫുൾ പ്രൂഫ് ആവണമെന്നില്ല. പലരും പല രീതിയിലുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഇന്ത്യയിൽ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, വിദേശ വിദ്യാർത്ഥികൾ. അവരിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട്, പാകിസ്ഥാനിൽ നിന്നുള്ളവരുണ്ടാവാം, ബംഗ്ലാദേശിൽ നിന്നുള്ളവരുണ്ടാവാം, തുർക്കിയിൽ നിന്നുള്ളവരുണ്ടാവാം, അസർബൈജാനിൽ നിന്നുള്ളവരുണ്ടാവാം, ഏത് രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ടാവാം. ഈവൻ ചാരപ്രവൃത്തിയെ പറ്റി പറയുമ്പോഴത്തേക്ക് നമ്മളെ സുഹൃത്ത് രാജ്യങ്ങളെന്ന് പരസ്പരം വിശ്വസിക്കുന്ന രാജ്യങ്ങൾ പോലും പരസ്പരം വിവരങ്ങൾ ശേഖരിക്കാറുണ്ട്. ഒരു പീസ് ടൈമിലാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഈ വിവരങ്ങളെല്ലാം വാർ ടൈമിൽ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശേഖരിക്കുന്നത്. ലൈബ്രറിയിൽ വെക്കാനല്ല വിവരങ്ങൾ അവർ ശേഖരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. സുഹൃത്ത് രാജ്യങ്ങൾ അമേരിക്കയും ഇംഗ്ലണ്ടും പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ CIA ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ MI5 US വർക്ക് ചെയ്യുന്നു. അപ്പൊ വിവരങ്ങൾ എല്ലാവർക്കും പ്രധാനപ്പെട്ട, ഡാറ്റ ഈസ് ഗോൾഡ് ഓർ മോർ ദാൻ ഗോൾഡ്. ഡാറ്റ പലർക്കും പലയിടത്തുനിന്നും പോകുന്നു. ഈ കാര്യം പാക്ചാരന്മാർ സൂക്ഷിക്കുക എന്നുള്ള ഒരു എപ്പിസോഡിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ റെയ്ഡിൽ ഏകദേശം 25ഓളം ചാരന്മാരെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടെ. ഇത് വളരെ വളരെ ഒരു വലിയ സംഖ്യയാണ്. അപ്പൊ ഇതേപോലെ നമ്മള് ഈ വ്ളോഗർമാര്, യൂട്യൂബേഴ്സ്, ജേർണലിസ്റ്റുകള്, ലോക ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ചാരപ്രവർത്തനത്തിന് ഏറ്റവും എളുപ്പം കഴിയുന്ന 2 പേർക്കാണ്. ഒന്ന് സൈനിക ഉദ്യോഗസ്ഥര്, 2 ജേർണലിസ്റ്റുകൾ. ഇവർക്ക് സൈനിക ഉദ്യോഗസ്ഥർക്ക് സൈനിക രഹസ്യങ്ങളിൽ ഉള്ള എക്സ്പോസർ ഉണ്ട്. ജേർണലിസ്റ്റുകൾക്ക് അവരുടെ അമിതമായ സുഹൃത്ബന്ധങ്ങൾ, അവരുടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസും അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇത് കഴിഞ്ഞ തലമുറയിലാണ്. പുതിയ തലമുറയില് സോഷ്യൽ മീഡിയ വഴിയാണ് ഒരുപാട് വിവരങ്ങൾ നമ്മൾ ചോർന്നു പോകുന്നത്. അപ്പോ ഈ സോഷ്യൽ മീഡിയ, ഇപ്പൊ ജ്യോതി മൽഹോത്രയുടെ കാര്യം വന്നു, വേറെ 2-3 പെൺകുട്ടികളുടെ കാര്യം വന്നു, ഹണി ട്രാപ്പിന്റെ കാര്യങ്ങൾ വന്നു. അടുത്തതായി ചാരപ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതിന് തുല്യമായ പ്രവർത്തനം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഇന്ത്യയിൽ താമസിക്കുന്ന വിദേശികൾ. ഇന്ത്യയിൽ ജോലിക്ക് വേണ്ടി താമസിക്കുന്ന വിദേശികൾ വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. കാര്യം ഇന്ത്യയിലെ ശമ്പളമൊന്നും ലോകത്തെ നിലവാരത്തെ ശമ്പളത്തിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഇപ്പോൾ ശമ്പളത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ വന്ന് താമസിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കുറവാണ്. എന്നാലും മറ്റ് ഇന്ത്യയുമായിട്ട് കോൺട്രാക്ട് എടുത്തിട്ടുള്ള മറ്റ് കമ്പനികളിലെ ഉദ്യോഗസ്ഥന്മാരായിട്ട് വന്ന് താമസിക്കുന്നവരുണ്ട്. അതാണ് ഈയിടയ്ക്ക് തുർക്കിയുടെ ഒക്കെ കാര്യത്തിലുണ്ടായത്. അപ്പം അവര് ചാരപ്രവർത്തനം നടത്താനുള്ള സാധ്യത കുറവാണ്. ഈ ചെയ്യുന്ന പലരും അവര് നടത്തുന്നത് ചാരപ്രവർത്തനമാണെന്ന് അറിയാതെയാണ് പലരും ചെയ്തു പോകുന്നതെന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ രസം. ആദ്യം ഇവർ തുടങ്ങുമ്പോഴത്തേക്ക് ഇതൊരു ചാരപ്രവർത്തനമാണെന്നുള്ള രീതിക്കല്ല തുടങ്ങുന്നത്. ജസ്റ്റ് ഇൻഫർമേഷൻ സെല്ലിംഗ് ആണ് ആദ്യം ചെയ്യുന്നത്. പിന്നീടാണ് അവർ മനസ്സിലാക്കുന്നത് അവരിടപെട്ടിരിക്കുന്നത് മറ്റു രാജ്യത്തെ സ്പൈ ഏജൻസി ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. അവർ ചിലപ്പം സോഷ്യൽ മീഡിയ ഫ്രണ്ട്ഷിപ്പിലൂടെ ആയിരിക്കും വിവരങ്ങൾ ചോദിക്കുന്നത്, ചിലപ്പം റിലേഷൻഷിപ്പിലൂടെ ആയിരിക്കും വിവരങ്ങൾ ചോദിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേക്കാണ് മനസ്സിലാകുന്നത് അവരവിടുത്തെ, ഇപ്പോ ജ്യോതി മൽഹോത്രയ്ക്ക് പറ്റിയത് മാതിരി അയാൾ എംബസിയിലെ ഉദ്യോഗസ്ഥൻ മാത്രമല്ല, അയാൾ 1ാം തരം ISIയുടെ സ്പൈ ആണ്. ഇത് ജ്യോതി മൽഹോത്രയ്ക്ക് അറിയത്തില്ല. ISI എന്താണെന്ന് പോലും അവർക്കറിയണ്ടാവില്ല. അവര് ഈ ആളെ കണ്ട് പരിചയപ്പെട്ടു, അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നു, അവരൊരു യാത്ര ചെയ്യുന്നു പറയുന്നു. അത് കഴിയുമ്പോഴത്തേക്കൊക്കെയാണ്, ഇപ്പൊ ചട്ടിലായപ്പോഴത്തേക്കാണ് അറിയുന്നത് അയാൾ സ്പൈ ആയിരുന്നു. അപ്പൊ ഇന്ത്യൻ
കമ്മീഷനിൽ, ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ജോലി ചെയ്ത ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഒരുപാട് ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാരും മിലിറ്ററി അറ്റാഷെ എന്ന് പറഞ്ഞിട്ട് എയർ കമ്മോഡർമാരും എയർ മാർഷൽമാരും ആർമി ലഫ്റ്റനന്റ് ജനറൽമാരും ഒക്കെ പല എയർ അറ്റാഷെ അല്ലെങ്കിൽ മിലിറ്ററി അറ്റാഷെ എന്നും പറഞ്ഞുകൊണ്ട് പല വിദേശ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നുണ്ട്. സ്പൈ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവരെല്ലാം ഇൻഫർമേഷൻ ഗ്യാദറിങ്ങിന് വേണ്ടിയിട്ടാണ് അവിടെ ഉള്ളത്. അപ്പോ ഈ നമ്മളിവിടെ പഠിക്കുന്ന കുട്ടികളിൽ നിന്നും അവിടുത്തെ മാതൃരാജ്യം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു രാജ്യത്ത് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്റെ രാജ്യത്തിന് വേണ്ട ഒരു വിവരം എന്റെ രാജ്യത്തുള്ള ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊടുത്തു പോകും. കാര്യം എന്റെ രാജ്യസ്നേഹം എന്നെ അത് പ്രേരിപ്പിക്കും. സാമ്പത്തികം മാത്രമല്ല, രാജ്യസ്നേഹവും നമ്മളത് പ്രേരിപ്പിക്കും. അപ്പൊ ഈ രണ്ട് കൺസിഡറേഷൻ വെച്ചിട്ട് ആൾക്കാർ ഇൻഫർമേഷൻ എക്സ്പോർട്ട് ചെയ്യും. അപ്പോ അങ്ങനെ ഇൻഫർമേഷൻ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് ക്യാമ്പസ്. നമ്മൾ അവരെയൊക്കെ പഠിക്കുന്നവരായിട്ടും കുട്ടികളായിട്ടൊക്കെയാണ് നമ്മൾ ഇതുവരെ കരുതിയിരുന്നത്. പക്ഷേ പൗരത്വ നിയമ പ്രശ്നം വന്നപ്പോഴത്തേക്കും, യൂണിഫോം സിവിൽ കോഡ് പ്രശ്നം വന്നപ്പോഴത്തേക്കും ഒക്കെ ഏതൊക്കെ രാജ്യത്തെ ശക്തികളാണ്, ഏതൊക്കെ നമ്മുടെ കുട്ടികളെ എങ്ങനെയൊക്കെ ഇളക്കി വിടുന്നുവെന്നും അവരുടെ അജണ്ട എന്താണെന്നും അവരുടെ ശക്തി എന്താണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെ ഒരു സമരം വന്നപ്പോഴത്തേക്കാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടികൾ അവരെ നമ്മളിൽ നിന്നും ഒരുപാട് വിവരങ്ങൾ ഗ്യാദർ ചെയ്യുന്നുണ്ട്. അത് അവരുടെ രാജ്യത്തോട്ട് അയക്കുന്നുമുണ്ട്. അത് വളരെ ഡേഞ്ചറസ് ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വളരെ റെഗുലറായിട്ട് നമ്മുടെ സെക്യൂരിറ്റി ഏജൻസികൾ ശ്രദ്ധിക്കേണ്ട സമയമായി ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. കാര്യം ഇവർക്ക് ഇപ്പോ മിനിങ്ങാന്ന് നടന്ന ഒരു സംഭവമാണ്. ക്യൂബ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റി കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലം തന്നെ ഒരു സ്ഫോടനത്തിന്റെ സ്ഥലമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അതിന്റെ ഒരു ഹബ്ബാണ്, ഒരു ഹാച്ചറിയാണ്. ഈ ഭീകര കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു ഹാച്ചറിയാണ് കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലം, അല്ലെങ്കിൽ ആലുവ എന്ന് പറയുന്ന സ്ഥലം, ആലുവ കളമശ്ശേരി ബെൽറ്റ്. അവിടെയാണ് ഈ ക്യൂസാറ്റ് ഉണ്ടാവുന്നത്. ക്യൂസാറ്റ് അവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വരുന്നുണ്ട്, പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വരുന്നുണ്ട്. ഇവർക്കൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടായി. അങ്ങനെയാണ് അതിലുള്ള കുട്ടികളാണ് ഷാഹിദ് അഫ്രീദിയെ പാകിസ്ഥാൻ ക്ലബിൽ വെച്ച് നടന്ന ഒരു യോഗത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തിനെ പ്രസംഗിക്കാൻ ക്ഷണിച്ചതും അദ്ദേഹത്തെ ആദരിച്ചതും. രസം ആലോചിച്ച് നോക്കണം. ഇന്ത്യൻ കുട്ടികളാണ്. ഇപ്പൊ നമ്മുടെ ദുബായിൽ ചെന്നിട്ട് പാകിസ്ഥാനിയാണോ ഇന്ത്യക്കാരനാണോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവിടെ എല്ലാവരും ഒരേ ആൾക്കാരാണ്. പക്ഷെ അവർ സെലക്ട് ചെയ്തത് പാകിസ്ഥാനി ക്ലബാണ്. അവർ ആ ഫംഗ്ഷന് വേണ്ടി സെലക്ട് ചെയ്തത്. അതെന്തുകൊണ്ടാണെന്ന് അവിടെയുള്ള ഗവൺമെന്റ് ആലോചിക്കണം, നമ്മുടെ ഗവൺമെന്റ് ആലോചിക്കണം. അവിടെ ഫംഗ്ഷൻ നടത്തിയവർക്ക് ഇന്ത്യൻ പൗരത്വം തുടർന്ന് കൊടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യം നമ്മുടെ സർക്കാർ ആലോചിക്കണം. ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് തിരിച്ചിവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെ യോഗി ആദിത്യനാഥ് ചെയ്ത മാതിരി 4 കമ്പിയും ഒരു ടാർപോളിനും വയ്ക്കാനുള്ള സംവിധാനം ഇവിടുത്തെ നമ്മുടെ സർക്കാർ, സംസ്ഥാന സർക്കാർ എന്തായാലും ചെയ്യത്തില്ല, അത് നമുക്കറിയാം. അവർക്ക് വേണമെങ്കിൽ വല്ല വെള്ളമോ വളമോ വേണമെങ്കിൽ കൂടെ കൊടുക്കും. അവർക്ക് ഈ ഭീകര കുഞ്ഞുങ്ങളെ വളർത്തുന്നതാണ് അവരുടെ ഒരു ജോലി. അതുകൊണ്ട് അവർ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് ഇത്തരം ആൾക്കാരുടെ വിവരങ്ങൾ കൃത്യമായിട്ട് ശേഖരിക്കുകയും ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ശക്തമായിട്ട് നിരീക്ഷിക്കുകയും അവരുടെ കുടുംബാംഗങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ നിരീക്ഷിക്കുകയും. കാര്യം വാട്സാപ്പിലൊന്നും നമുക്ക് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമ്മുടെ ഈ ടെലിഗ്രാം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ, ഞാൻ അത് ഉപയോഗിക്കുന്നവർ മുഴുവൻ ഒന്നടങ്ങ് ആക്ഷേപിക്കുകയല്ല. ടെലിഗ്രാമിനെ പോലുള്ള സോഫ്റ്റ്വെയർ വാട്സാപ്പ് ഒരുവിധം ലിബറലാണ്. ടെലിഗ്രാം സോഫ്റ്റ്വെയറിന്റെ, ടെലിഗ്രാം ആപ്പിന്റെയൊക്കെ സീക്രസി എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്റർനാഷണൽ ടെററിസവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ പലരും എൻ്റെ അടുത്ത് ടെലിഗ്രാം അക്കൗണ്ട് ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് ആ ജോലിയില്ല എന്ന് പറയും. കാര്യം ടെലിഗ്രാം അക്കൗണ്ട് ഉപയോഗിക്കുന്നത് വളരെ ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വളരെ സീക്രട്ട് ആയിട്ട് പാസ് ചെയ്യാനാണ്. നമുക്ക് അത്തരം വിവരങ്ങളൊന്നും ആർക്കും പാസ് ചെയ്യാനില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ല. വാട്സപ്പിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരാളമാണ്. അതിന്റെയും എൻഡ് ടു എൻഡ് സീക്രസി ബ്രേക്ക് ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത്. സെക്യൂരിറ്റി ഏജൻസികൾക്ക് തുറന്നു കൊടുക്കത്തക്ക രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. കാര്യം രാജ്യ സുരക്ഷയെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തിൽ വ്യക്തിപരമായിട്ടുള്ള പ്രൈവസിക്ക് യാതൊരു സ്ഥാനവും നമ്മളാരും കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മളെ ഇവിടെ ജീവിക്കുന്ന മറ്റു വിദേശ വിദ്യാർത്ഥികളെ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ നമ്മൾ കൈകാര്യം ചെയ്യണം. ഇതിനകത്തൊക്കെ നമുക്ക് ഒരുപാട് സെക്യൂരിറ്റി ലാബ്സ് വന്നിട്ടുണ്ട്. 80കളിലൊക്കെ ശ്രീലങ്കൻ എയർഫോഴ്സിലെ സൈനികർക്ക് നമ്മളെ ഇന്ത്യൻ എയർഫോഴ്സ് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. എന്റെ കൂടെ ട്രെയിൻ ചെയ്ത ആൾക്കാരുണ്ട്.
ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലുള്ളവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരുപാട് ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെന്റിനെ പറ്റിയിട്ട് ഇവർക്ക് അറിവുണ്ടാവുന്നുണ്ട്. ഇല്ലെങ്കിൽ അവർ ഉണ്ടാക്കുന്ന ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് അവർക്ക് ഇതിന് ശേഷം പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെ നമുക്ക് എക്സ്പോസർ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പം അതുകൊണ്ട് അവരെയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം, അത് ഇവാലുവേറ്റ് ചെയ്യണം. അവരേതെങ്കിലും കുട്ടികൾ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം ഇന്ത്യയിൽ പഠിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അവരെ വിസ അപ്പൊ ക്യാൻസൽ ചെയ്തിട്ട് കയറ്റി വിട്ടേക്കണം. യാതൊരുവിധ ദാക്ഷിണ്യം നമ്മൾ അവരുടെ അടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സിന്ദൂർ ഓപ്പറേഷൻ നമ്മൾ നിർത്തിയിട്ടില്ല, സിന്ദൂർ ഓപ്പറേഷൻ നമ്മൾ നിർത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. സിന്ദൂർ ഓപ്പറേഷൻ അടുത്ത ഒരു 5 വർഷത്തേക്ക് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. ആകെ നടത്തിയിരിക്കുന്നത് ഒരു വെടിനിർത്തൽ മാത്രമാണ് ഇന്ത്യ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. സിന്ദൂർ ഓപ്പറേഷൻ നമ്മൾ റീകാൾ ചെയ്തിട്ടില്ല. ഒരു ഓപ്പറേഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് റീകാൾ ചെയ്താലേ ഓപ്പറേഷൻ തീർന്നു എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ഓപ്പറേഷൻ ഓണാണ്. അതുകൊണ്ട് ഈ യുദ്ധ സമാനമായ ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ഒരു ലോകത്തിൽ ഒരു അച്ചുതണ്ട് നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന കാര്യം ഇന്ത്യ ഗവൺമെന്റിന് ഇപ്പം വളരെ വ്യക്തമായിട്ട് അറിയാം. തുർക്കി, അസർബൈജാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന ഇങ്ങനെ തുടങ്ങിയ ഒരു കൂട്ടം രാജ്യങ്ങൾ ഇന്ത്യക്കെതിരായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഒരു അച്ചുതണ്ടായിട്ട് പ്രവർത്തിക്കുന്നു. ഈ രാജ്യങ്ങളിലുള്ള കുട്ടികളെ കൂടുതൽ അഫ്ഗാനിസ്ഥാനെ നമ്മൾ നോക്കിക്കൊള്ളുന്ന കാര്യം അവിടെ ഒരു താലിബാൻ സർക്കാരാണ് ഉള്ളത്. താലിബാൻ സർക്കാരുമായിട്ട് നമ്മൾ നയതന്ത്ര ബന്ധങ്ങൾ നമ്മൾ പരിശോധിച്ചു വരുന്നുണ്ട്. അവിടെയുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ള എല്ലാ കുട്ടികളെയും നമ്മൾ രാജ്യസുരക്ഷയ്ക്കുള്ള ഒരു എതിർ പ്രേരണയായിട്ട് നമ്മൾ കണക്കാക്കിക്കൊള്ളണം. അവരൊരു പൊട്ടൻഷ്യൽ ത്രെട്ടാണ് നമുക്ക്. ആ രീതിയിൽ തന്നെ അവരൊന്നും കൊച്ചു കുട്ടികളൊന്നുമല്ല, LKG-യിലോ UKG-യിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികളൊന്നുമല്ല. അവരൊക്കെ ഡിഗ്രിക്കും പലയിടത്തുമൊക്കെ പഠിച്ചു, അവിടെയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വന്നവരാണ്. അവരൊക്കെ ചിലപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് റിക്രൂട്ട് ചെയ്ത് വിടുന്ന ആൾക്കാരായിരിക്കും, നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ രാജ്യസുരക്ഷയെ നോക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട, ഒരു അഡീഷണൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഏരിയയാണ്. പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ക്യൂബ പോലുള്ള ഒരു മീറ്റിംഗ് നടന്ന സ്ഥിതിക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ അടിയന്തരമായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം.